ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപ്തി വരുണിനെ പോയി കാണുന്നതായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. പ്രമോല് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, പിന്നീട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. സോറിയും താങ്ക് യു, ഒരാളോട് സോറി പറയാനും താങ്ക് യു പറയാനും പഠിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വരുണാണെന്നുണ്ടെങ്കിൽ ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് ദീപ്തിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദീപ്തിയാണെന്നുണ്ടെങ്കിൽ വരുണിൻ്റെ ആ പാവത്തരത്തിൽ വീണ് പോയിട്ട് തന്നെ ഉണ്ട്. ഇതേ സമയം വേദ എങ്ങനെയെങ്കിലും ദീപ്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള കാര്യം വിക്രമിനോട് പറയുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഈ അതേ കാര്യം തന്നെ പറയുകയാണ്. ശ്രീനി സാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയത്തിൻ്റെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ വില വേശാൻ നിൽക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്നത് നടക്കൂല എന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ഇതിനായിട്ട് ഒരുങ്ങിയിട്ട് പുറപ്പെടരുത്, ഒറ്റയ്ക്ക് നീ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഞാനത് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്തോളാം, ഇക്കാര്യത്തിൽ വിക്രമിൻ്റെ സഹായം വേണ്ടാന്ന് പറയുമ്പോൾ വിക്രം സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, ഓഹോ വിക്രംസ്വാമി ഇപ്പം എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിക്രം അറിയാതെ പറഞ്ഞു പോയതാണ്, പക്ഷേ വിക്രം അത് മനസ്സിൽ നിന്ന് പറഞ്ഞാണെന്ന് വേദിക്ക് മനസ്സിലാവാണ്. ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.